ഹലോ എവ്രി വൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ വെക്കേഷന് വന്നതാണ്. അപ്പോൾ വെക്കേഷന് വന്നപ്പോൾ നമ്മളിവിടെ ഒരു വാട്ടർ തീം പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വന്ന് കയറുമ്പോൾ ഓക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. കാലത്തൊരു 11 മണി 11:30 ഇതിനകത്ത് കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഇത് ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ്. ക്ലോസിങ് ടൈം ആക്ച്വലി ഞാൻ മറന്നുപോയിട്ടോ, അതുകൊണ്ടാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ മോളുണ്ടായ ശേഷമാണ് ഇങ്ങനത്തെ ചാനലൊക്കെ കൂടുതൽ കണ്ടുപിടിക്കുക. അതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോഗോ ചാനൽ ഇറങ്ങിയപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ അവൾ ഏറ്റവും കൂടുതൽ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ റോമ ആൻഡ് ഡയാന, പിന്നെ നാസ്റ്റിയ, വ്ലാഡ് ആൻഡ് നിക്കി, അങ്ങനത്തെ കുറച്ച് ചാനൽസ് അവൾ കാണുമായിരുന്നു. ഓക്കെ, അതിലുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെയൊക്കെ വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം എന്നാണ് കൂടുതൽ പറയാറ്. അവരെ കാണണം, അവരവിടെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ പോയിട്ട് അതുപോലെ കളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതെല്ലാം നടന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മോളുടെ കൂടെ നമ്മളിങ്ങനെ നിൽക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇച്ചിരി ബോറടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളും ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണല്ലോ, ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. ഇതേ അവൾ സൂപ്പർ മാർക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അതിൽ കളിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവളും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട്. കുറേ ഒന്നും നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഇത് മിസ്സായിപ്പോയി. കാരണം കുറേ ദിവസമായി. ആക്ച്വലി ഇത് വെക്കേഷൻ എടുത്ത വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനും അവളുടെ കൂടെ കുറേ കളിച്ചു. ചേട്ടനും കുറച്ച്, ഞങ്ങൾ രണ്ടുപേരും അവളുടെ കൂടെ. അവൾക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് വേണമല്ലോ ആരെങ്കിലുമൊക്കെ. ഇപ്പോൾ ഈ ഡോക്ടറും പേഷ്യൻ്റൊക്കെ ആവാനും സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാനൊക്കെ ആൾ വേണ്ടതുകൊണ്ട് ഞങ്ങളും കുറേ നേരം അവളുടെ കൂടെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് വീഡിയോ കറക്റ്റായിട്ട്, അതായത് തുടക്കം മുതലുള്ളത് അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഓർഡറായിട്ടല്ല ഇട്ടിട്ടുള്ളത്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ തന്നെ എങ്ങനെയാണോ ഞാൻ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്ന് കയറുമ്പോഴുള്ളതാണ് ആർച്ചറിയൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ചെയ്ത സമയത്ത് അവരിത്തിരി ബിസി ആയതുകൊണ്ട് ഒന്നും പറഞ്ഞു തന്നില്ല. പക്ഷേ ചേട്ടൻ ചെയ്യുന്ന സമയമായപ്പോഴേക്കും വന്നിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതേപോലെ ചേട്ടൻ സെക്കൻഡ് ചാൻസും കിട്ടിയിട്ടോ. അപ്പോൾ അത് കാരണം ചേട്ടന് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് ടെക്നിക്ക് മനസ്സിലായത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഒരു ആൾക്ക് 3 പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ചെറിയ ചാർജസ് ഒക്കെ ഉണ്ട്, ഒരുപാടില്ല. ചെറിയ ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ 6 എണ്ണോ അങ്ങനെ എന്തോ ആണ് ചെയ്യാൻ നമുക്ക് പറ്റുക. അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അതൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഒരിക്കൽ കൂടി എന്തായാലും അങ്ങോട്ട് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ കണ്ടുപോകാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അവിടെ എങ്ങനെ എൻജോയ് ചെയ്യണം എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ ഈ കാണുന്നതൊക്കെ അവിടുത്തെ ട്രൈബൽസിൻ്റെ ഒരു ഇത് വെച്ചേക്കുന്നതാണ്. പണ്ടത്തെ ആ ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. കാരണം അവർ പഠിക്കുന്ന കുട്ടികൾ കുറച്ചും കൂടി അതൊക്കെ മനസ്സിലാവാനായിട്ടൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ഓടി നടന്ന് കണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞ് നമ്മൾക്ക് മടുത്തു. അതുപോലെ അവൾക്ക് ഒരുപാട് ചോദ്യം ഉണ്ടാവും ചോദിക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. മേ ബി ഈ പ്രായത്തിൻ്റെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടു. ശരിക്കും പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലി ഉള്ള പോലെ തോന്നും. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പോകെയാണ് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഉണ്ടോ, റൂഫിങ്ങൊക്കെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ചെയ്ത എൻ്റെ ജീവിതത്തിൽ പോയി എനിക്കല്ലെങ്കിൽ കണ്ടതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറൽ ഇത്തിരി കൂടുതലാണ്. എങ്കിൽ പോലും എന്തോ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് തൊട്ടേ അതിൻ്റെ വരായികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബോധമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കതൊരു പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഡ്രസ്സ് ഇട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ആ നേരത്തെ ഞാനതങ്ങനെ ഇട്ട് വന്നു. അതെനിക്കിത് കുറച്ച് ഡിസ്കംഫർട്ടായിരുന്നു ഈ പോത്തിൻ്റെ പുറത്ത് കയറാൻ. ഈ പോത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ അവരോട് സ്ലോലിയാണ് കറക്കാൻ പറഞ്ഞത്. ഇപ്പം കേൾക്കാം കേട്ടോ.
പോത്തിൻ്റെ പുറത്ത് കയറിയപ്പോൾ തൊട്ട് സ്ലോലി എന്ന് അവനോട് പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് മിനിമം സ്പീഡ് അതായിട്ടാണോ എന്താണോ ഇനി 1 സ്പീഡ് ഉള്ളോന്നറിയില്ല. സംഗതി കറക്കി മറിച്ച് എന്നെ താഴെ കിട്ടും എന്നുള്ളതാണ്. ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഇറങ്ങി വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ പിന്നെ ചേട്ടൻ എടുത്തുകൊണ്ട് പോവുക ചെയ്ത്, ജഗദീനൊക്കെ എടുത്തുകൊണ്ട് പോണ പോലെ. വഴിയെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അതല്ല വഴി. ഇതാണ് വഴി. പോയിട്ട് അവിടെ ചെന്ന് അവസാനിക്കത്, അവിടെ വഴിയില്ല. ഇത് ഇതിലേക്ക്, ഇത് ഇവിടേക്കാ ക്ലോസ്ഡ്. അതന്നെയാണ് ഇതിന്റെ അടുത്ത്. ഇതെങ്ങനെ തിരിച്ചു പോവാ? അതെ, അവരറിയൊന്നുമില്ല. അതുകൊണ്ട് അവര് പറഞ്ഞത് കൊടുമ്പ് കൊണ്ട് തൊടാൻ പറഞ്ഞത്. അവരറിയാണ്ടില്ല പിന്നെ എങ്ങനെ അറിയാനാ? അതുകൊണ്ട് ഞാനില്ല, ആവശ്യത്തിന് എക്സ്പീരിയൻസ് ചെയ്യാ തിരിച്ചു പോവാ, അല്ലാണ്ട് എല്ലാത്തിനും ഉള്ള ദൈവമേ ഇതെങ്ങനെ തിരിച്ചു പോവാ സനോ? ഇങ്ങടാ അങ്ങടാ അവിടെ അങ്ങടാണ് വഴി. എക്സിറ്റ് ആയ രക്ഷപ്പെട്ട്. എന്ത് ഗെയിം ഇത്? പോയ വഴിക്ക് തന്നെ പോടെ. എന്തിനെ പേടിക്കണ്ട, പേടിക്കാനുള്ള ഒന്നുമില്ല. ഞാനൊരു വഴി എങ്ങോട്ട് കണ്ടതാണല്ലോ. എങ്ങോട്ട് വരുന്നു? ഇത് ഇത്രന്നെ ഉള്ളതുകൊണ്ട് ഇത്ര ഉള്ളത് ഇല്ലേ? ഓക്കെ. ഇങ്ങനെയാണ് നേരത്തെ വന്നത്. അപ്പൊ വീണ്ടും അങ്ങടെ ഇല്ലേ? ഇങ്ങടാ ഇവിടെ വാ പിള്ളേരെ. എന്തിനാ ആംബുലൻസ്? ഇത് അയ്യോ ക്ലോസ് ആയി. അവിടെയൊക്കെ ക്ലോസാ. അത് കാണുന്നത് എവിടെയാ? ആകത്തിരിയുള്ളോ? ആകത്തിരിയുള്ളോ? പക്ഷേ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു കപ്പല്. ഇതിന്റെ ഉള്ളിലെ കപ്പൽ കിടക്കുന്നത് വെള്ളത്തിന്റെ അടിയിലാണ്. കപ്പല് നമ്മളിപ്പോ വെള്ളത്തിന്റെ അടിയിലാണ്, മനസ്സിലായ? ഇതാണ് കപ്പലിന്റെ മോർമാർ. നമ്മളിപ്പോ വെള്ളത്തിന്റെ അടിയിലാണ് കേട്ടോ. അത് പസഫിക് ഓഷന്റെ. ഇല്ലില്ല, അവര് ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടാ. നിന്നെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കപ്പലിനുള്ളിൽ ഓരോ സാധനങ്ങളാ. ഇത് ഫുഡ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. കോഫി 1000 കിലോ കോഫി. ലെറ്റ്യൂസ് 7000 ഹെഡ്സ്, ടൊമാറ്റോ 2.4 ടൺ, കോഫി 1000 കിലോ, ടീ 360 kg. അത്രേ ഉള്ളൂ. അതൊന്നും പറ്റിയ ടീ കുറച്ച് ഫ്രഷ് മിൽക്ക്. ഈ വണ്ടിയാണ് മനസ്സിലായി. മനസ്സിലായി. ആ വണ്ടിയാണ് ഈ വണ്ടി. ഫ്രഷ് മീറ്റ് 34,000 കിലോ, പൗൾട്രി ആൻഡ് ഗെയിം 11,000, ഫ്രഷ് ഫിഷ് 5000. എന്തിനു ഫ്രഷ് ഫിഷ് കൂടെ കടലിക്കില്ല കൂടെ. സോസേജ് എഗ്സ് 40,000, പൊട്ടറ്റോസ്. ഇവിടെയാണോ അത് വരച്ച്? ശരിക്കും അന്നത് ഉണ്ടായിൻ്റെ എന്നാണോ പറയണേ? അത് സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞല്ലോ അല്ലേ? അതൊരു ചേച്ചിയുടെ ചിത്രം വരച്ചതാ. ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ, ആ ബോട്ടിൽ. ആ പ്രിൻസസിൻ്റെ ഫോട്ടോ ആണ് ഒരാൾ വരച്ചതാ, ഒരു പെയിൻറ് ചെയ്യണ ഒരാൾ. ഇതൊക്കെ അവരുടെ ബെഡ്റൂംസ് ആയിരുന്നു. പിന്നെ അത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് റൂം, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് റൂം.
ഇത് തേർഡ് ക്ലാസ് ടിക്കറ്റിൻ്റെ റൂം. അതാണ് വ്യത്യാസം. നമ്മുടെ ട്രെയിനിൻ്റെ പോലെ തന്നെ. ഫസ്റ്റ് ക്ലാസിന്റെ ചെയർ ഇതൊക്കെ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അല്ല, ഫസ്റ്റ് ക്ലാസ്സിൽ ചെയറുണ്ട്, വലിക്കില്ലടി കയ്യില്. മേക്കപ്പ് റൂം ഉണ്ട്. എവിടെ മേക്കപ്പ് റൂം? ആ ഇങ്ങനെ വാഷ് ബേസിന് ഇതൊക്കെ ഉണ്ട്. ഇനി വരുന്നുണ്ടല്ലോ. ഇതിൽ 115 പേര് റിസോർട്ട്, 168 പേര് തട്ടിപ്പോയി. അതിൽ 181 പേര്, 529 പേര് മരിച്ചു. കൂടുതൽ ആൾക്കാർ മരിച്ചത് ഇവിടെയാ തേർഡ് ക്ലാസ് ടിക്കറ്റ്. മറ്റേ ഫസ്റ്റിന് 8 ലക്ഷം. ഇത് കൽക്കരിയോടാണ് ഓടിയിരുന്നത്. കൽക്കരി ചാർക്കോൾ വെച്ചിട്ട് ഭാവന അവർക്ക് ഉണ്ടാവും അല്ലേ? എന്തോരോ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് വെക്കാട്ടോ ഒരു ദിവസം. ഇതൊക്കെ അവിടെ കടലാണട്ടാ ഇന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി അവിടെ ഡാൻസ് കളിച്ചില്ലേ? ഇതാണ് എൻ്റെ ഫോട്ടോ എടുത്ത് തരണേ. അപ്പേടെ വേണ്ടി ഫോട്ടോ എടുത്ത് തരണേ. അവരെങ്ങനെ നിൽക്ക? ഇങ്ങനെ അതിനെന്തോ നിൽക്കുമല്ലോ. Why do I still see curiosity? That's even after more than 100 years. യൂറിക് ആസിഡ് കൂടിയിട്ടാവും ഈ കാലിന് ജോയിന്റ് വേദന. It was a cold night. We were sailing comfortably. The sea was calm. Yes, there were many icebergs in that area. Warned about them by many of the other ships, but I was too confident. I was too sure of my very able crew handling the ship. All the passengers relaxed and enjoying themselves. Many of them were sleeping so peacefully. And then, suddenly, just ദേ മഞ്ഞുമലയും ഇടിച്ചു. കണ്ടാ കാണുന്നുണ്ടോന്ന്? ഇതിപ്പോ ശരിക്കാണെങ്കിൽ ജീവൻ പോയിണ്ടാവും. ശരിക്കാണെങ്കിൽ ജീവൻ പോയിണ്ടാവും. മോള് നോക്കി. അങ്ങനെ നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ എത്തിയേക്കാണ്. രണ്ടാളാണോ ഒരാൾ ഒരു സീറ്റിൽ കയറിയിരിക്കും? നീ ബാക്കില രണ്ടാളുകളുള്ളൂ. വിഷമം ഉണ്ടാവില്ല. വിഷമം ഞാൻ പറയാ
ദേവ് നിക്കണതിന്റെ ഉള്ളില് കണ്ടാ ഇതാ പൊട്ട ഡൈനോസർ നിക്കണ അതിന്റെ ഉള്ളില്. മോളിൽ കയറണ്ടോ? മോളിൽ കയറണ്ടോ? വാ. ഇതൊക്കെ അതിന്റെ ശരിക്കുള്ള പാട്ടാണോ? ആ നട്ടല്. ഇത് നോക്കിയേ, ഡൈനോസർ ഫോസിൽസ് ഫൗണ്ട് ഇൻ അറ്റ് അവർ സൈറ്റിൽ നിന്ന്. സത്യമാണോ? അവിടെയാണ് സ്റ്റെപ്പ്. മോളിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രേ ഉള്ളൂ. നോ. When dinosaurs ruled the earth. Sketch the dinosaur you like. നമുക്ക്
ആക്ച്വലി കുറേ വീഡിയോസ് മിസ്സിങ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ. പിന്നെ ഒരുപാട് നേരം ഞങ്ങൾ വാട്ടർ തീം പാർക്കിനകത്ത് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ കുറേ മറ്റേ സിപ്പ് ലൈൻ സിപ്പ് ലൈൻ സൈക്കിൾ അങ്ങനത്തെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യാതെ, കാരണം വീഡിയോ എടുക്കാൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പലതും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഇനി എന്തായാലും ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഫുൾ വീഡിയോ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വാട്ടർ തീം പാർക്കിനകത്തുള്ള റൈഡ്സ് ഇല്ലേ, അവിടേക്കൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് മൊബൈലിൽ വീഡിയോ എടുത്തു തരാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ആ ഭാഗമൊന്നും എടുക്കാതിരുന്നത്. പക്ഷെ നല്ല രസമുള്ള എൻ്റെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പറ്റുന്നവരെല്ലാവരും പോയി നോക്കുക കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് കറക്റ്റ് ഇതൊന്നും ചെന്ന് നോക്കി എനിക്കറിയില്ല. അതിനകത്ത് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോളിവുഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടേക്ക് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1500 സംതിങ് അങ്ങനെ എന്തോ പൈസയേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് നമ്മൾ എല്ലാ റൈഡും കയറാം. പിന്നെ വളരെ കുറച്ച് കാര്യത്തിന് മാത്രമാണ് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല പൈസയുണ്ട് കേട്ടോ. അപ്പോൾ അത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്ക് നല്ല വേർത്താണ്. അതാണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരെല്ലാവരും പോയി നോക്കുക. പിന്നെ ഉണ്ടല്ലോ, ആ ടൈറ്റാനിക്കിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ അടിത്തട്ടിലുള്ള കുറേ ഫാമിലീസ് ഉണ്ടല്ലോ, അതായത് 3rd ക്ലാസ്സുകാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ, ബാക്കി എല്ലാവരും മനുഷ്യർ തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് അമ്മമാരെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു ഇത് കണ്ട ഒരു ഇതായതുകൊണ്ട്, അത് മനസ്സിൽ നിന്ന് പോകാത്തതുകൊണ്ട് തന്നെ അതായിരുന്നു എൻ്റെ മനസ്സിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്യാപ്റ്റൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതേസമയം നമുക്ക് അതിൻ്റെ ആ ഒരു റിച്ച്നെസ് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടോ. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ.